നമസ്കാരം, ഫോർട്ടുഗേ ന്യൂസിലേക്ക് സ്വാഗതം. നമ്മുടെ രാജ്യത്ത് ഇപ്പോൾ കുട്ടികൾക്കെതിരെ അക്രമ സംഭവങ്ങൾ വർദ്ധിച്ചു വരികയാണ്. ശാരീരികമായും മാനസികമായും ഒട്ടേറെ അതിക്രമങ്ങളാണ് കുട്ടികൾ നേരിടുന്നത്. അതിക്രമം കാട്ടുന്നവർക്കെതിരെ പോക്സോ കേസ് ഉൾപ്പെടെ കനത്ത ശിക്ഷയാണ് ഇപ്പോൾ നടപ്പിലാക്കി വരുന്നത്. നിയമത്തെക്കുറിച്ചുള്ള വ്യക്തമായ ധാരണ ഏറെക്കുറെ എല്ലാവർക്കും ബോധ്യമായി വരികയാണ്. അത് കുട്ടികളിലേക്ക് കൂടി എത്തിക്കാൻ വേണ്ടി പുതിയ ഉത്തരവിറക്കിയിരിക്കുകയാണ് ഹൈക്കോടതി. ഇപ്പോൾ പുതിയ അധ്യയന വർഷം മുതൽ സംസ്ഥാനത്തെ വിദ്യാർത്ഥികൾ പോക്സോ നിയമത്തെക്കുറിച്ച് പഠിക്കുമെന്നാണ് ഉത്തരവ്. 5-7 ക്ലാസുകളിലെ പാഠപുസ്തകങ്ങളിലാണ് പോക്സോ നിയമം ഉൾപ്പെടുത്തിയത്. ഹൈക്കോടതി നടത്തിയ തുടർച്ചയായ ഇടപെടലിന്റെ അടിസ്ഥാനത്തിലാണ് ചരിത്രപരമായ തീരുമാനമുണ്ടായിരിക്കുന്നത്. പുതിയ അധ്യയന വർഷത്തിലേക്ക് തയ്യാറാക്കിയ പുസ്തകം ഫെബ്രുവരി 23-ന് ഹൈക്കോടതിയിലെത്തിക്കും. പോക്സോ കേസിൽ വാദം കേൾക്കുന്നതിനിടെയാണ് വിദ്യാർത്ഥികളിൽ അവബോധം സൃഷ്ടിക്കുന്നതിന്റെ ഭാഗമായി പോക്സോ നിയമം പാഠപുസ്തകങ്ങളിൽ ഉൾപ്പെടുത്താമോ എന്ന ആശയം ജസ്റ്റിസ് ബെച്ചു കുര്യൻ തോമസ് മുന്നോട്ട് വെച്ചത്. പിന്നാലെ ഇക്കാര്യം പരിശോധിക്കാൻ വിദഗ്ധ സമിതിയെയും തീരുമാനിച്ചു. വിദഗ്ധ സമിതിയുടെ ശുപാർശയിൽ 2022 ഓഗസ്റ്റ് 26-ന് പോക്സോ നിയമം പാഠപുസ്തകങ്ങളിൽ ഉൾപ്പെടുത്തണമെന്ന ഉത്തരവ് ഹൈക്കോടതി പുറപ്പെടുവിച്ചു. പിന്നാലെ 70-ലധികം തവണ ഹൈക്കോടതി വിഷയത്തിൽ വാദം കേട്ടു. വിദഗ്ധ സമിതിയിലെ അഭിഭാഷകരായ അഡ്വക്കേറ്റ് എ പാർവതി മേനോനും അഡ്വക്കേറ്റ് ജെ സന്ധ്യയുമാണ് പോക്സോ നിയമവുമായി ബന്ധപ്പെട്ട് പാഠപുസ്തകം തയ്യാറാക്കുന്നതിന് വിദ്യാഭ്യാസ വകുപ്പിനെ സഹായിച്ചത്. കഥ പോലെ നിയമത്തെക്കുറിച്ച് അവബോധം ഉണ്ടാക്കുന്ന രീതിയിലായിരിക്കും പാഠഭാഗങ്ങൾ ഉണ്ടാവുക. വിദഗ്ധ സമിതി നിർദ്ദേശം ഉൾക്കൊള്ളിച്ച് തയ്യാറാക്കിയ പാഠപുസ്തകങ്ങൾ ഫെബ്രുവരി 23-ന് ഹൈക്കോടതിയിൽ സമർപ്പിക്കും. NCERT, SCERT സിലബസിൽ വിദ്യാർത്ഥികളുടെ അവകാശങ്ങളെക്കുറിച്ച് പാഠപുസ്തകങ്ങളിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടെങ്കിലും ലൈംഗിക വിദ്യാഭ്യാസത്തെക്കുറിച്ചുള്ള പാഠഭാഗങ്ങളില്ല. ഹൈക്കോടതി ഉത്തരവുള്ളതിനാൽ പോക്സോ നിയമം അടുത്ത അധ്യയന വർഷത്തിൽ NCERTയും ഇക്കാര്യം പരിഗണിക്കുമെന്ന പ്രതീക്ഷയും വിദഗ്ധ സമിതി പ്രകടിപ്പിച്ചു. രാജ്യത്ത് ആദ്യമായാണ് കുട്ടികൾക്കെതിരായ ലൈംഗികാതിക്രമം ചെറുക്കുന്നതിനുള്ള പോക്സോ നിയമം പാഠ്യവിഷയമാകുന്നത്.